ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായി കല്ലറക്കൽ ഫൗണ്ടേഷനും സ്പർശനം ആർട്സും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന വേൾഡ് കപ്പ് കൗണ്ട് ഷോയുടെ ഒരു എപ്പിസോഡിന്റെ ഷൂട്ടാണ് നമ്മുടെ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നത്. ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റിന്റെ അടുത്ത മത്സരത്തിലേക്ക് ഗോൾഡൻ നൈറ്റ്സ് കപ്രശ്ശേരി ലബ അസോസിയേറ്റ്സ് ആലുവ. ഹായ് ഫ്രണ്ട്സ്, കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശമായുള്ള വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോ എത്തി നിൽക്കുന്നത് വെള്ളാരപ്പള്ളിയിലാണ്. ഇവിടെ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്. വളരെ ആവേശകരമായ മത്സരം കഴിഞ്ഞ കുറെ ദിവസമായി നടന്നു വരുന്ന മത്സരത്തിന് ഇടയിൽ വെച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇവർ എക്സൈറ്റഡ് ആണോ എന്ന് നോക്കട്ടെ. അക്കാഡമി ആൻഡ് ടൂറിസ്റ്റ് ക്ലബിന്റെ പ്രസിഡന്റാണ്. ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 14 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇത് വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വലിയൊരു ആവേശമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഫുട്ബോള്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ജൂണിൽ തുടങ്ങിയാണ്. അപ്പോൾ ഇവിടുത്തെ അർജന്റീന, ബ്രസീൽ ആരാധകരാണ് ഇവിടെ കൂടുതൽ ഉള്ളത് ഈ നാട്ടിൽ. അവരെല്ലാം വളരെ ആവേശത്തോടെ കണ്ടു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തവണ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് ഒരു ആവേശം. പിന്നെ അമേരിക്ക, മെക്സിക്കോ, കാനഡ തുടങ്ങിയ 3 രാജ്യങ്ങളായിട്ടാണ് നടക്കുന്നത്. അതും ഒരു ആവേശമാണ്. അപ്പോൾ 3 രാജ്യങ്ങളായിട്ട് 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ടൂർണമെന്റാണിത്. 1930 തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടന്നിട്ടില്ല. അപ്പോൾ ഇത് കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകമായിട്ട് ആശംസകളും അഭിനന്ദനങ്ങളും എല്ലാം. അപ്പൊ നമ്മുടെ ഈ ഒരു സന്ദേശത്തെ കുറിച്ച് 2 വാക്ക് പറയാമെങ്കിൽ, ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി. ലഹരിമുക്തം നമുക്കറിയാം, ഇന്നത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വലിയ വിഷയമാണ്. നമുക്കറിയാം, കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം, അതുപോലെ മദ്യപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പഴയതൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾക്ക് ഒന്നും ഇത് ശ്രദ്ധിക്കാറില്ല. എല്ലാവരും മൊബൈൽ അഡിക്ഷനാണ്. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള സംഘടനകൾ വരുന്നത് വളരെ ഗുണം ചെയ്യും. ഞങ്ങളുടെ ഈ വർഷത്തെ മുദ്രാവാക്യം സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു സോക്കർ എന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും കിക്ക് ഔട്ട് ഡ്രഗ്സ്, കിക്ക് ഓഫ് ലൈഫ് എന്നതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മുദ്രാവാക്യം. അങ്ങനെ ഇപ്പോൾ ഇത് 16ാമത് നമ്മൾ ടൂർണമെന്റ് നടത്തുമ്പോൾ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിലൂടെയാണ് നമ്മൾ ഈ ഫുട്ബോളിനെ ആവേശകരമാക്കി മാറ്റുന്നത്. നമ്മുടെ വെള്ളാരപ്പള്ളി പ്രദേശത്ത് 2 സ്റ്റാർ ക്ലബ്ബ് സ്ഥാപിതമായിട്ട് ഏകദേശം 16 വർഷത്തോളമായി. ഇപ്പോൾ 4 വർഷമായി ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റാണ് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. വളരെ ആവേശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പിന്റെ റൂട്ടുമായി ബന്ധപ്പെട്ട് പോകുന്ന എല്ലാവർക്കും ഇതിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ലഹരിമുക്ത കേരളവും ഭാരതവും ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടേതായ വലിയ സപ്പോർട്ടും ഉണ്ടാകും എന്നുള്ള ഉറപ്പ്. സാറിന്റെ ഇഷ്ടപ്പെട്ട വേൾഡ് കപ്പ് ടീം ഏതാണ്? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേൾഡ് കപ്പ് ടീം ബ്രസീലാണ്. ഇഷ്ടപ്പെട്ട കളിക്കാരൻ റൊണാൾഡീഞ്ഞോ ആയിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നെയ്മറാണ്. ഓക്കെ, കുട്ടികളെല്ലാം നെയ്മർ ഫാൻസ് ആണോ? മെസ്സി ഫാൻസ് ഉണ്ടോ അവിടെ? എന്റെ പേര് മുഹമ്മദ് നവാസ്. എല്ലാ വർഷവും നമ്മളിവിടെ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താറുണ്ട്. ലഹരി മുക്തത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ള ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ലഹരിയിലേക്ക് അടിമയായി പോകാതിരിക്കുന്നതിനും വേണ്ടിയും കൊണ്ടും ഈ കോച്ചിങ് മത്സരങ്ങളും നമ്മൾ നടത്താറുണ്ട്. പിള്ളേർക്ക് ട്രെയിനിങ്ങും നടത്തി. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾ മിക്ക സമയങ്ങളിലും അവരുടെ ലെഷർ ടൈം മിക്കവാറും ഇവിടെ ഗ്രൗണ്ടിൽ ഒത്തുകൂടുകയും നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പാഠങ്ങൾ പഠിച്ചു കൊടുക്കുകയും വേൾഡ് കപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ വേറെ രീതിയിലേക്ക് പോകാതെ കായികപരമായ കാര്യങ്ങളിലേക്ക്, ഫുട്ബോൾ കാര്യങ്ങളിലേക്ക് വരുന്നതുകൊണ്ട് ഇവിടുത്തെ കാരണവന്മാരും അത് മാത്രമല്ല നമ്മളിപ്പോഴുള്ള ആൾക്കാർക്കെല്ലാം വളരെ സന്തോഷമാണ്. പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടാതെ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ലഹരി വിമുക്ത പ്രചരണം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഈ കുട്ടികളും അതിൽ ഭാഗവാക്കായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവരതിൽ അടിമപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇവിടുത്തെ രക്ഷിതാക്കൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ അക്കാഡമിയിൽ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. റെഡി, 1, 2, 3, ഓൾ ദി ബെസ്റ്റ്.